മൂന്ന് സഭകളും ഒരേ ചൊവ്വയും. സ്വാഗതം, വെൽക്കം, വണക്കം. വ്യത്യസ്തമായ സഭകൾ നമുക്ക് പരിചിതമെങ്കിലും നമുക്കത്ര പരിചയമില്ലാത്ത ഒരു യാഥാർത്ഥ്യം, ഇവയുടെ എല്ലാം പ്രവർത്തന സ്വഭാവം ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവയുടെ വ്യത്യാസങ്ങൾ ബാഹ്യവും ഉപരിപ്ലവവും, ഇവരുടെ പ്രവർത്തന രീതികൾ ഒന്ന് തന്നെയാണ്. യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ സഭകളും കാര്യത്തോടടുക്കുമ്പോൾ അവരുടെ സ്ഥാപിത താൽപ്പര്യ സംരക്ഷണം മാത്രം ലാക്കാക്കി നിലപാടുകൾ സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത മാത്രമേ വിശ്വാസികൾ പ്രതീക്ഷിക്കാവൂ, അല്ലെങ്കിൽ അവർ വലിയ അപകടത്തിലാകുമെന്ന യാഥാർത്ഥ്യം ഏവരെയും അല്പം ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് എൻ്റെ പരിമിത ലക്ഷ്യം. ചില ഉദാഹരണങ്ങളിൽ കൂടെ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂടുതൽ സ്പഷ്ടതയും ആധികാരികതയും ഉണ്ടാകും എന്നതുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ ഹ്രസ്വമായി പെടുത്തുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സിസ്റ്റർ അനുപമ ഇപ്പോൾ മഠം ഉപേക്ഷിച്ച് അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവർ ഒരു കമ്പനിയിൽ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ആരംഭിച്ച് ഒരു പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എന്ന വാർത്ത ഞാൻ ഇവരുമായി പങ്കിട്ടിട്ടുള്ളതാണ്. അവർ മഠം ഉപേക്ഷിച്ച ഇപ്രകാരം അവരൊരിക്കലും വിഭാവന ചെയ്യാതിരുന്ന, ഇപ്രകാരം സംഭവിക്കുമെന്ന് വിദൂരമായി പോലും അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ കാരണമെന്താണ്? കാരണം വളരെ ലളിതമാണ്, സുതാര്യമാണ്. അക്രമത്തിനിരയായ ഒരു കന്യാസ്ത്രീക്ക് സഭയുടെ പക്ഷത്ത് നിന്ന് നീതി ലഭിക്കണം എന്ന് അവർ പറഞ്ഞു. അത് നടക്കാതെ വന്നപ്പോൾ കുറഞ്ഞപക്ഷം സർക്കാരിൻ്റെ പക്ഷത്തു നിന്നും നീതിന്യായ വ്യവസ്ഥയുടെ പക്ഷത്തു നിന്നെങ്കിലും അവർക്ക് നീതി ലഭിക്കണമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ആ ഇരയ്ക്ക് നീതി ലഭിക്കേണ്ടിയിരുന്നത് കരുത്തനായ ഒരു മെത്രാനെതിരെയാണ് എന്നതുകൊണ്ട് സഭ അവരെ അടിച്ചമർത്തുകയും അവർക്കൊരു വിധത്തിലും മഠത്തിൽ തുടരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ സഭയുടെ ജീവിതത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് സ്വീകാര്യമാണോ? അങ്ങനെ ഇരകൾക്ക് പ്രത്യേകിച്ച് സ്വാധീനവും അധികാര കസേരയിലിരുന്ന് വിരമിക്കുന്ന ആളുകൾക്കെതിരെ നീതി ലഭിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ കത്തോലിക്ക സഭ വെച്ചു പൊറുപ്പിക്കുമോ, സഹിക്കുമോ, അതോ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുമോ? ഇത് നാം ഈ ഒരു സംഭവം ഓർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓർക്കേണ്ട വ്യക്തി തന്നെയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. ലൂസി കളപ്പുരയെ മഠത്തിൽ നിന്ന് ബഹിഷ്കരിക്കുവാൻ ഉത്തരവുണ്ടായതിൻ്റെ കാര്യം അവർ ഈ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ലൈംഗിക അക്രമത്തിന് വിധേയയായ കന്യാസ്ത്രീക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ നടന്ന ആ വലിയ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ അവർ വന്ന് പങ്കെടുത്തു എന്നതാണ്. പക്ഷെ അത് നേരെ പറയാൻ വയ്യാത്തത് കൊണ്ട് അവർക്ക് എതിരെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞത് അവർ കവിത എഴുതുന്നു, അവർ കോട്ടൺ തുണി ഉപയോഗിച്ച് അവരുടെ വസ്ത്രം, അത് സിന്തറ്റിക് സാധനമാണ് ഉപയോഗിക്കേണ്ടത്, അതിനുപകരം കോട്ടൺ തുണി. അവർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ, സിന്തറ്റിക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അവർ കോട്ടൺ വസ്ത്രം ധരിക്കുന്നു. പിന്നെ അവർ ഡ്രൈവിംഗ് പഠിച്ചു. ഒരിക്കലും പൊറുക്കാനാവാത്ത
കുറ്റങ്ങളാണ് അവർ ചെയ്തത്, പ്രത്യേകിച്ച് കവിത എഴുതുന്നു, അതെങ്ങനെ പുറക്കാനൊക്കും എന്ന് പറഞ്ഞാണ് ആ കന്യാസ്ത്രീയെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സഭയുടെ താല്പര്യങ്ങൾക്ക് വിഘടമായി നിൽക്കുന്ന ആരെയും ഒരു നിമിഷം പോലും സഭ സഹിക്കയില്ല. അവരെ ഉന്മൂലനാശം ചെയ്യും, അവരെ എന്നേക്കുമായി നിശബ്ദരാക്കും, അടിച്ചമർത്തും. എന്ന് മാത്രവുമല്ല, ഏതെല്ലാം വിധത്തിൽ അവർക്ക് അപമാനവും നാണക്കേടും വരുത്താമോ, ഏതെല്ലാം വിധത്തിൽ അവരെ തേജോവധം ചെയ്യാമോ അതെല്ലാം ചെയ്തിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സിസ്റ്റർ ജസ്മിയോട് കാണിച്ച ആ സമർത്ഥമായ ആക്രമം, അവർ വേശ്യയാണെന്ന് പറഞ്ഞു, അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഏത് തന്ത്രവും സ്വീകരിപ്പാൻ സഭ തയ്യാറാകും. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഭയ്ക്കുള്ളിലുള്ള ഇരകൾക്ക് നീതി ലഭിക്കത്തക്കവണ്ണം എന്തെങ്കിലും ഒരു നിലപാടെടുത്താൽ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന, ഇപ്പോൾ സ്ഥിതി ചെയ്തിരിക്കുന്ന അവസ്ഥ ആകമാനം തരിപ്പണമാകുമെന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലെ ഒരേ ഒരു വ്യക്തിയെ ശിക്ഷിച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമായിരുന്നില്ല. അവിടെ ഒരു നീതി ലഭ്യമാക്കിയാൽ സഭയുടെ നാനാ കോണിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുറവിളികൾ ഉയരുകയും സഭയുടെ നിലപാട് തന്നെ ഇല്ലാതാകുകയും ചെയ്യും. അതുകൊണ്ടൊരു സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ചില വ്യക്തികളെ കുരുതി കൊടുക്കുന്നു. ഇത് നരബലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹ്യൂമൻ സാക്രിഫൈസ്. സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ചില ആളുകളെ കുരുതി കഴിക്കുന്നു. ഇതാണ് നാം അവിടെ കണ്ടത്. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കിനി മറ്റൊരു വിഷയം, ഇതിപ്പോൾ കത്തോലിക്ക സഭയെപ്പറ്റി ഒരു ഉദാഹരണം, അങ്ങനെ 1000 ഉദാഹരണങ്ങൾ പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നത്. ഒരു സാമ്പിൾ എന്ന നിലയിൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനിയും ഈ അടുത്ത കാലത്ത് തന്നെ സംഭവിച്ച ഓർത്തഡോക്സ് സഭയിലെ അപ്രേം തിരുമേനിയുടെ അവസ്ഥ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഇത്രയേ പറഞ്ഞുള്ളൂ, യേശുവിൻ്റെ ആദർശങ്ങളനുസരിച്ച് സഭ അതിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കൂട്ടാക്കണം, എത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം ആക്രമം പ്രവർത്തിച്ചിട്ടില്ല, ആരെയും കടന്നാക്രമിച്ചില്ല, ആരെയും ചീത്ത വിളിച്ചില്ല, ആരുടെയും മുതൽ മോഷ്ടിച്ചില്ല, സഭയ്ക്കെതിരെ ബോംബുണ്ടാക്കിയില്ല. ന്യായമായും ഒരു വിശ്വാസി അനിവാര്യം പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. സഭ യേശുവിൻ്റെ പഠിപ്പീരുകളെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിശുദ്ധ ശുനകദോസ് ഐകകണ്ഠ്യേന ചവിട്ടി പുറത്താക്കി. അപ്പോൾ നീതി പാലിക്കുക, ഇത് അപ്രേം തിരുമേനി പറഞ്ഞത് യേശുവിനോട് നീതി പാലിക്കണമെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ അനുപമയും സിസ്റ്റർ ലൂസി കളപ്പുരയും സിസ്റ്റർ അനുപമയോടുകൂടെ ഈ സമരത്തിൽ പങ്കെടുത്ത മറ്റ് 4 കന്യാസ്ത്രീകളുമെല്ലാം പറഞ്ഞത് അക്രമത്തിനിരയായ ഒരു കന്യാസ്ത്രീയോട് നീതി പാലിക്കണം. അതിനേക്കാൾ വലിയ അപരാധമാണ് അപ്രേം തിരുമേനി ചെയ്തത്. അപ്രേം പറഞ്ഞത് യേശുവിനോട് നീതി പാലിക്കണം. അതെങ്ങനെ സഹിക്കാൻ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അതെങ്ങനെ സഹിക്കാൻ പറ്റും? അങ്ങനെ ഒരു ശബ്ദം പുറപ്പെട്ടു വന്നാൽ അന്നേരം ആ ശബ്ദത്തെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ സഭയ്ക്ക് ഇങ്ങനെ അർമാദിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് അദ്ദേഹത്തെ വളരെ സമർത്ഥമായി നിശബ്ദനാക്കി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും, അതായത് സീറോ മലബാർ സഭയും തമ്മിൽ എന്താണ് വ്യത്യാസം? സ്ഥാപിത താല്പര്യ സംരക്ഷണമെന്ന അജണ്ട വെച്ച് നോക്കുമ്പോൾ ഈ സഭകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? വല്ല വ്യത്യാസമുണ്ടോ? ഈ സമയത്ത് നാം ഓർക്കേണ്ട മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ അജി പുതിയ പറമ്പിൽ എന്നാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്ത് ഇവരുമായി പങ്കിട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെയും സഭ മുടക്കിയിരിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹത്തെ മുടക്കിയത്? അദ്ദേഹം പറഞ്ഞു, പൗരോഹിത്യ വൃത്തിയിൽ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ അവർ ആത്മീയമായ ശുശ്രൂഷ നടത്തുമ്പോൾ അവർ അനുകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും യേശു എന്ന
നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ ആത്മീയ വെളിച്ചത്തെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതെങ്ങനെ സഭ സഹിക്കും? ഒന്നാലോചിച്ച് നോക്കണം. കാരണം യേശുവിനെ അറിയുകയും അനുസരിക്കുകയും ചെയ്താൽ, യേശുവിൻ്റെ പഠിപ്പീരുകളെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ സഭ തകർന്നു പോകും. അത് ഫാദർ അജീബ് പുതിയപറമ്പിലിന് അറിയാതെയാണോ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വിചാരണയ്ക്ക് അധീനനായി കഴിയുകയാണ്. അദ്ദേഹത്തിന് വാ തുറന്ന് രണ്ട് വാക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ തീർച്ചയായും കുറ്റവാളിയാണെന്ന് കാണുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്യും. കാരണം പുരോഹിതന്മാർ യേശുവിൻ്റെ മാതൃക അനുസരിച്ച് വേണം അവിടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതെന്ന് ഈ അജീബ് പുതിയപറമ്പിൽ അച്ഛൻ പറഞ്ഞാൽ, അതുകൊണ്ട് സഭയ്ക്ക് വരാവുന്ന തട്ടുകേടുകൾ വളരെ ഭീകരമാണ് എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ വയ്യാത്തത് എന്നാണ് കത്തോലിക്ക സഭയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും അവസ്ഥ കണ്ടു. ഇനിയും ഈ രോഗം അവിടെ മാത്രമല്ല, മറ്റെല്ലായിടത്തും ഒന്നുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ ഇത് ഉപസംഹരിക്കാം. എവർക്കും അറിയാവുന്നതുപോലെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി. എനിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഞാൻ 2003 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ജോലി രാജിവെച്ച് പോയവരാണ്. ഒരിക്കലും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് ഞാൻ മടങ്ങി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, ആഗ്രഹിച്ചതുമല്ല. ഞാനന്ന് നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായി ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ എല്ലാ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനും ഞാൻ അംഗമായിരുന്ന നാഷണൽ കമ്മീഷൻ്റെ ജൂറിസ്ഡിക്ഷൻ്റെ കീഴിലുള്ളതായിരുന്നു. അതിൻ്റെ മെമ്പറായി എനിക്കൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലാകേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ കോളേജിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നുവെന്നും അതിനെ വല്ല വിധേനയും കരകയറ്റണമെന്നും അതിന് എനിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഡൽഹി ഡയസിസ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ബിഷപ്പായി വന്നെന്നോട് പറയുകയും വളരെ അവതാ പറഞ്ഞ് എന്നെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാകുകയും ചെയ്തു. എന്നാൽ പ്രിൻസിപ്പലായ കഴിഞ്ഞ ഏറെ കഴിയാതെ എന്നെ തിരുമനസിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും കോളേജിലെ അഡ്മിഷൻ അതിൻ്റെ 20% തിരുമേനിക്ക് വിട്ടുകൊടുക്കണം, തിരുമേനി അത് വിറ്റ് കാശാക്കിക്കൊള്ളാം എന്നോട് പറഞ്ഞു. എന്നെ ഓഫീസിലോട്ട് വിളിച്ച് ചോദിച്ചു, എനിക്ക് എത്ര സീറ്റാണ് തരാൻ പോകുന്നത്? ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് തിരുമേനി പറയുന്നത് മനസ്സിലാകുന്നില്ല. അതെ, എനിക്ക് അവകാശമുണ്ട്, ഇത് ഞങ്ങളുടെ കോളേജാണ്. ഡൽഹി ഡയസിസിൻ്റെ കീഴിലുള്ള ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹി ഡയസിസിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും 20% സീറ്റ് ഞാനാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജും അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് തന്നോട് അറിയിക്കാനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് സമ്മതമല്ല. കാരണം കോളേജ് ഒരു കച്ചവട ചരക്കാക്കി അല്ലെങ്കിൽ ഒരു കോളേജ് ഒരു അഡ്മിഷൻ ചന്തയാക്കി മാറ്റാനല്ല ഞാൻ നാഷണൽ കമ്മീഷൻ മെമ്പർഷിപ്പ് രാജിവെച്ച് ഇവിടെ വന്നത്. കോളേജിനെ മെച്ചപ്പെടുത്താനും അതിൻ്റെ രാജ്യത്തെമ്പാടുമുള്ള ഇമേജും അന്താരാഷ്ട്രീയ ഇമേജും വർദ്ധിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അന്നേരം അദ്ദേഹം ഒരു കടലാസൻ പേനായും എൻ്റെ മുമ്പിലോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, രാജിവെക്കട എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമനസിൻ്റെ പണക്കൊതിയുടെ വിഘടമായ ഒരു മനുഷ്യൻ നിന്നാൽ അവരുടെ കഴുത്ത് കണ്ടിക്കും. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഞാനെന്താണ് ആഗ്രഹിച്ചത്? സത്യസന്ധമായി ഞാൻ അറിയുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് ഞാൻ നിർവഹിക്കേണ്ട കടമകൾ നിർവഹിച്ച് ദൈവത്തോടുള്ള ആ പ്രതിബദ്ധത നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ആരുടെയും ആനുകൂല്യം ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് ആകെപ്പാടെ വേണ്ടത് എന്താണ്? ആത്മാർത്ഥമായി സത്യസന്ധമായി എൻ്റെ കർത്തവ്യം നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. അത് സഭയുടെ ഉള്ളിലില്ല എന്നതൊരു കറുത്ത യാഥാർത്ഥ്യമാണ്. ഇത് ജനം തിരിച്ചറിയുന്നില്ല. ഇതിനോടനുബന്ധിച്ച് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഒരു കാലത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് മധ്യ കേരള ഡയസിസിൻ്റെ
ഏറ്റവും പ്രിയങ്കരനായ കൺവെൻഷൻ പ്രസംഗികനായിരുന്നു. കോട്ടയം കൺവെൻഷനിൽ ഞാൻ മുറയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു തവണ ഞാൻ വന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നെ കാണാൻ താല്പര്യപ്പെട്ടു. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ധർമ്മസങ്കടത്തിലാണ്, ഒന്ന് ഇടപെടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ അതൊന്നും മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യ ഇവിടെ മല്ലപ്പള്ളിയിലൊരു CSI സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അവരെ പണിഷ്മെൻറ്റ് പോസ്റ്റിംഗ് കൊടുത്തങ്ങ് വയനാട്ടിലോട്ട് വിട്ടു. ഞങ്ങളാകെപ്പാട് അവതാളത്തിലാണ്. വിചാരിച്ചത് അങ്ങനെ ചെയ്യാൻ കാര്യം എന്താ, പണിഷ്മെൻറ്റ് പോസ്റ്റിംഗ് അത് പറഞ്ഞ അത് തിരുമനസിന് എന്നോട് ദേഷ്യമാണ്. ഞാൻ ചോദിച്ചു, തിരുമനസിന് ദേഷ്യം വരാൻ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, മധ്യകേരള ഡയസിസിലെ അക്കൗണ്ടിൽ നിന്ന് 8.5 കോടി രൂപ കാണാതായി. അപ്പോൾ അത് ഡയസിസൻ കൗൺസിൽ ചോദ്യം ഉണ്ടായി. അങ്ങനെ ഡയസിസൻ കൗൺസിൽ ഇത് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അതിൽ ഞാനാണ് മുഖ്യൻ. ഞാൻ എൻ്റെ കടമ സത്യസന്ധമായിട്ട് നിർവഹിച്ചു. എൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം തിരുമനസിന് വലിയ ദേഷ്യമുണ്ടാക്കി. അതിന് തിരുമനസ് ഞങ്ങളോട് കാണിച്ച ഔദാര്യമാണ് ഞങ്ങളുടെ ഭാര്യയെ രായ്ക്ക് രാമായണം നാട് കടത്തി. ഒരു വ്യക്തി CSI മധ്യകേരള ഡയസിസിൻ്റെ അംഗമായിരുന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അവനെ ഏൽപ്പിച്ച കടമ സത്യസന്ധമായി നിർവഹിച്ചു എന്നതുകൊണ്ട് അവന് കൊടും ശിക്ഷയാണ് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം കല്ലായി പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഏത് സഭയിലെ അംഗമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു സഭയിലും നിന്നുകൊണ്ട് സഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ പണക്കൊതിക്കും സ്ഥാപിത താല്പര്യങ്ങൾക്കും അല്പം പോലും കോട്ടം വരുത്തുന്ന ഒരു ശബ്ദം പോലും ഉരിയാടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഒരു പ്രയാസവുമില്ലാതെ ഇങ്ങനെ അനുദിനം തുടർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാര്യത്തിലും ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അറിയുന്ന വസ്തുതയെ ആസ്പദമാക്കി നിങ്ങളൊരു നിലപാടെടുത്താൽ ചൂലെടുത്ത് നിങ്ങളെ അടിച്ച് വെളിയിൽ കളയും. ഇതറിയാവുന്നത് കൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ കണ്ടിട്ടും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് പിന്നെ എൻ്റെ ജീവിതത്തിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായി ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 8-8.5 വർഷം ഞാൻ അനുഭവിച്ച കൊടും യാതനകളെ അതിൻ്റെ ചില അംശങ്ങൾ ഉൾപ്പെടുത്തി ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സമയമുള്ളവർ വായിക്കുക. ഓൺ എ സ്റ്റോമി കോഴ്സ് എന്നാണ്. എനിക്കെതിരെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധങ്ങൾ, അതിൽ ഉപയോഗിച്ച മുറകൾ എന്തൊക്കെയെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അതിലൊന്നാണ് എനിക്കെതിരെ പെണ്ണുകേസ് ഉണ്ടാക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തി. അതിപ്പോഴും ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ആൾക്കറിയില്ല. നിങ്ങൾ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ പണക്കൊതിക്ക് വിഘടമായി നിന്നാൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അവർ നാറ്റിക്കും. ഏതെല്ലാം വിധത്തിൽ നിങ്ങളെ അമേദ്യത്തിൽ കൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകാമോ അതിൻ്റെ പാരമ്യത്തിൽ അവർ പ്രവർത്തിക്കും. ഒരു മനുഷ്യന് മിനിമമായി ഉണ്ടാകേണ്ട മനുഷ്യ അന്തസ്സ് പോലും അവർ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ച് കളയും. അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അനുഭവം കൊണ്ട് നിങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശം, വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 2016 തിരുവനന്തപുരത്ത് താമസമാക്കിയ ശേഷം അന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ബിഷപ്പായിരുന്ന, പിന്നെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററും കൂടെ ആയിരുന്ന തോമസ് കെ ഉമ്മൻ തിരുമേനി, അദ്ദേഹത്തിന് ഞാൻ ഇമെയിലായിട്ട് ഒരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തു. അതിത്രമാത്രമാണ്: ഡയസിസിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തേണ്ടതിന് എന്ത് ചെയ്യാം. ഇതാണ് പ്രതിപാദ്യ വിഷയം. അതിലേറ്റവും പ്രധാനമായിട്ട് ടീച്ചേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെ ഉയർത്താം, അതിനൊരു പദ്ധതി, വളരെ 5-6 പേജ്. ഇത് കണ്ട തിരുമേനിക്ക് എന്നോട് വലിയ കലിപ്പുണ്ടായി, ദേഷ്യമുണ്ടായി. കാരണം അദ്ദേഹം മനസ്സിലാക്കിയത്,
ഞാൻ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വളരെ കൂർമ്മബുദ്ധിയുള്ളവനായിരുന്നു, എന്നെക്കാളൊക്കെ ബുദ്ധിയുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ടീച്ചേഴ്സിനെ അവരുടെ മെറിറ്റ് അനുസരിച്ച് മാത്രം നിയമിച്ചാൽ കൈക്കൂലി കിട്ടത്തില്ല. അപ്പോൾ ഈ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന നിയമങ്ങളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് കൈക്കൂലിയാണ്. ഈ കൈക്കൂലി ചെന്ന് വീഴുന്നത് തിരുമേനിയുടെ പരിശുദ്ധ പോക്കറ്റിലാണ്. അപ്പോൾ ടീച്ചേഴ്സിനെ അവരുടെ മെറിറ്റ് അനുസരിച്ച് മാത്രം നിയോഗിച്ചാൽ പോക്കറ്റ് വീർക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ അയച്ച പ്രപ്പോസൽ തിരുമേനിയുടെ പോക്കറ്റ് കത്തിച്ച് കളയാനുള്ള പരിപാടിയാണെന്നേ അദ്ദേഹം വിചാരിച്ചുള്ളൂ. അങ്ങനെ മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലാകത്തുള്ളൂ. ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. നമ്മുടെ ഇടയിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവായ പ്രശ്നങ്ങളോട് ആർക്കും താല്പര്യമില്ല. സ്വന്തം കൈ പൊള്ളുമ്പോൾ അയ്യോ എനിക്കിത് പറ്റിയെന്ന് പറഞ്ഞ് കരയും. എന്നാൽ നമ്മുടെ ഇടയിൽ പൊതുവായി ഇങ്ങനെ പ്രശ്നങ്ങളോട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഏവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല. കാരണം നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെ ആത്മീയത മാത്രമാണ്. മനുഷ്യരുടെ കയ്യിൽ നിന്നും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും എന്തെല്ലാം നക്കാപ്പിച്ചാൽ കിട്ടാമോ അത് മാത്രം പ്രാപിക്കാനുള്ള ആത്മീയതയാണ്. ഇത് ഒരു പരിതാപകരമായ ലജ്ജാവഹമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ 2-3 അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിട്ടു. ഇനി ചരിത്രപരമായി നോക്കിയാൽ നമുക്കറിയാം, മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയിൽ അന്ന് തിങ്ങി വെങ്ങിയിരുന്ന അന്ധവിശ്വാസങ്ങളെ ദൂരീകരിച്ച് അതിൻ്റെ ആത്മീകമായ പരിശുദ്ധി വീണ്ടെടുക്കുന്നതിന് സഭ കൂട്ടാക്കണം എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത്. രാജാവിൻ്റെ സംരക്ഷണമില്ലായിരുന്നുവെങ്കിൽ മാർട്ടിൻ ലൂതറെ അന്ന് ആദ്യമേ പിച്ച് ചീന്തിക്കളഞ്ഞേനെ. വേണ്ട, യേശുവിൻ്റെ തന്നെ അനുഭവം നിങ്ങളൊന്ന് നോക്കി. യേശുവിൻ്റെ ആദ്യത്തെ ശ്രമം എന്തായിരുന്നു? യഹൂദ മതത്തെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒന്ന് നവീകരിക്കുവാനും അതിനെ കൂടുതൽ ആധികാരികതയുള്ള ഒരു നല്ല പ്രസ്ഥാനമാക്കി രൂപാന്തരപ്പെടുത്താനുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ അത്ര ഞാൻ വന്നത്. ഐ ഹാവ് നോട്ട് കം നോട്ട് ടു ഡിസ്ട്രോയ് ബട്ട് ടു ഫുൾഫിൽ. ആ യേശുവിനോട് എന്ത് ചെയ്തു? പിടിച്ച് ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. യേശുവിനെ അങ്ങനെ കൊല്ലാനായി ഉപയോഗിച്ച തന്ത്രം എന്താണ്? മഹാപുരോഹിതന് ഉപയോഗിച്ച മാർഗം എന്താണ്? അവൻ കള്ള സാക്ഷികളെ അണിനിരത്തി. സത്യമായവനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി കള്ളസാക്ഷികളെ അണിനിരത്തുന്ന കയ്യഫാവായ മഹാപുരോഹിതൻ അന്ന് പ്രയോഗിച്ച തന്ത്രത്തിൽ നിന്ന് അല്പം പോലും സഭ ഇന്നുവരെയും വ്യതിചലിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഏത് കള്ളവും പറഞ്ഞു കളി. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വിചാരണ സമയത്ത് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ഭാഗത്ത് നിന്ന് 3 തിരുമേനിമാർ സാക്ഷികളായി വന്നിരുന്നതെന്ന് പക്ഷേ നിങ്ങൾക്കാർക്കും അറിയില്ല. ആ 3 പേരെയും ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വക്കീൽ ട്രെയിൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്രോസ് എക്സാമിനേഷൻ വിധേയരാകുമ്പോൾ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കും. നിങ്ങൾ പറയണം ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയണം. അങ്ങനെ തന്നെ അവർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആ കേസിലെ വിധി പ്രസ്താവം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഈ 3 മെത്രാന്മാരെ ക്രോസ് എക്സാമിൻ ചെയ്തതായി യാതൊരു പരാമർശവും അതിനകത്തില്ല. കാരണം ഇതെല്ലാം ഒരു ഒത്തുകളിയാണ് എന്നതുകൊണ്ട് തന്നെ അവർ സമർത്ഥമായി കള്ളം പറഞ്ഞു. ഞാൻ ആവർത്തിക്കട്ടെ, സമർത്ഥമായി കള്ളം പറഞ്ഞു. സഭയുടെ സ്ഥാപിത താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അത് മുഴുവൻ ചെയ്യും. എന്നിട്ട് റോഡ് നടന്ന് മറ്റുള്ളവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യും, ഒരു അംശപടിയും പിടിച്ചോണ്ട്. ഈ നാടകം, ഈ പ്രഹസനം കണ്ടാണ് യേശു പറഞ്ഞത്, കപടഭക്തിക്കാരെ നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറുകളാണെന്ന് പറഞ്ഞു. അപ്പം ഇത് ദയവായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്രയോ സഭ, ഇപ്പം പെന്തക്കോസ്ത് സഭയെപ്പറ്റി ഇപ്പോൾ പല കാര്യങ്ങളും വെളിയിൽ വരുന്നുണ്ട്. ഞാനത് ആ ഭാഗത്തേക്ക് പോയാൽ സമയം കൈവിട്ടു പോകും. ഇപ്പോൾ അനേക മുറവിളികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ അത് പരിചയമുള്ളതാണ്. നിങ്ങൾ ഏത് സഭയിലായിക്കൊള്ളട്ടെ, ഒരു കാര്യം നിങ്ങൾ അറിയണം. ബാഹ്യമായി നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും കാര്യത്തോടടുക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
എന്തുകൊണ്ടെന്ന് അറിയണമെന്ന് ചോദിച്ചാൽ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് ക്രിസ്തീയ സമൂഹം മുൻപോട്ട് പോകണമെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന സഭാപരമായ വ്യവസ്ഥിതിയില്ലേ, അതിന് കാര്യമായ മാറ്റം വരുത്താതെ നമുക്കൊരു വിധത്തിലും മുൻപോട്ട് പോകാൻ സാധ്യമല്ല. 40 വർഷത്തോളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സഭയെ നവീകരിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തെ കൊണ്ട് കഴിയാത്തത് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. യേശു ദൈവപുത്രനാണ്. അവൻ യഹൂദ മതത്തെ നന്നാക്കാൻ നോക്കി, അവനെ കൊന്നുകളഞ്ഞു. അതിനപ്പുറത്ത് യാതൊരു സാധ്യതയുമില്ല. പിന്നെ നാം എന്ത് ചെയ്യണം? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സാധ്യതകൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നാം തിരഞ്ഞെടുക്കുന്ന വഴി, നാം കാണുന്ന ലോക യാഥാർത്ഥ്യങ്ങളെ കാണുന്ന വിധം, നാം ദൈവവുമായി പുലർത്തുന്ന ബന്ധം, ഇവയൊക്കെയും സഭ പഠിപ്പിക്കുന്നത് പോലെയല്ല. യേശുവിൻ്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും യേശു വെളിപ്പെടുത്തിയ സനാതനമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കുവാൻ വ്യക്തിപരമായി നമുക്ക് ശ്രമിക്കണം. സഭയോട് ഒരു കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് അപകടമാണ്. നിങ്ങൾക്ക് അന്യജാതിക്കാരെ മാനസാന്തരപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് പാപികൾക്ക് മാനസാന്തരം നൽകാൻ കഴിയും. കൊലപാതകികൾക്കും വ്യഭിചാരികൾക്കും അവരുടെ മനസാക്ഷിയെ ഉണർത്താൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ഒരു പുരോഹിതൻ്റെയോ മെത്രാൻ്റെയോ മനസാക്ഷിയെ തൊടുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇത് ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയാൽ വലിയ അപകടമായി തീരുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഇതൊന്നും ശ്രമിക്കാതെ അല്ല ഞാൻ ഈ പറയുന്നത്. ചരിത്രപരമായും സമകാലീന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്, എല്ലാ സഭകളും ഒരേ വണ്ടിക്ക് കെട്ടിയ കാളകളാണ്. അവരുടെ താല്പര്യത്തിന് അല്പമെങ്കിലും കോട്ടം വരുത്തുന്ന ഏതെങ്കിലും ഒരു ശബ്ദം അബദ്ധത്തിൽ പോലും നിങ്ങളിൽ നിന്ന് വന്നാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അത് സിസ്റ്റർ അനുപമയുടെ കാര്യത്തിലാണെങ്കിലും, ലൂസി കളപ്പയുടെ കാര്യത്തിലാണെങ്കിലും, ഫാദർ അജി പുതിയാപ്പറമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, ബിഷപ്പ് അപ്രേമിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആരുടെ കാര്യത്തിലാണ്. അതേസമയം തന്നെ സഭയ്ക്ക് ഔദാര്യമായി പണം കൊടുക്കുന്ന അബ്കാരികൾ, ക്രിമിനലുകൾ, മോൺസൺ മാവുങ്കലെ പോലെയുള്ള സമർത്ഥ വെട്ടിപ്പുകാർ, തട്ടിപ്പുകാർ, അവരൊക്കെ സഭയുടെ കണ്ണിൽ പുണ്യാളന്മാരാണ്. അവരെ പൊതുരംഗത്ത് വന്ന് ആലിംഗനം ചെയ്യാൻ ഒരു മെത്രാനും മടിക്കുകയില്ല. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ ആരാധിപ്പാൻ സാധ്യമല്ല. എല്ലാ സഭകളും, പെന്തിക്കോസ്ത് സഭ തൊട്ട് കത്തോലിക്ക സഭ വരെ, വളരെ കൃത്യമായി ആചരിച്ചു വരുന്നത് മാമോൻ സേവ മാത്രമാണ് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത് നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങൾ അറിയേണ്ടതാണ്. കാരണം നിങ്ങളുടെ സഭ നിങ്ങളുമായി പുലർത്തുന്ന ബന്ധത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് പണം മാത്രമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സെൻട്രൽ പാസ്റ്റർ തൊട്ട് ഇവിടുത്തെ കൊച്ചച്ഛൻ തൊട്ട് അവിടുത്തെ വലിയ മെത്ര പോലീത്ത തൊട്ട് എല്ലാവരും മനുഷ്യരെ കാണുന്നത് പണം എന്ന് പറയുന്ന ഒരേ ഒരു വശത്തിൽ കൂടെയാണ്. മറ്റ് യാതൊരു താല്പര്യവുമില്ല എന്നത് അനുഭവത്തിൽ കൂടെ നിങ്ങൾക്കറിഞ്ഞുകൂടെ? അന്നും 2000 വർഷത്തിന് മുമ്പ് യേശു ഇത് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ മധ്യത്തിൽ ഒരു ധനികൻ വന്നാൽ അവനെ നിങ്ങൾ മുഖ്യാസനത്തിൽ കൊണ്ടിരുത്തുകയും പാവപ്പെട്ടവൻ വന്നാൽ അങ്ങ് മാറി നിൽക്കണം എന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ പരിപാടിയില്ലേ, അത് അവസാനിപ്പിക്കണമെന്ന് അന്ന് പറയാൻ കാര്യം എന്താണ്? അന്നും ഇന്നും ഇതേ പരിപാടിയാണ്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മാമോനെ മാത്രം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. അതിൻ്റെ പേരാണ് കപടഭക്തി എന്നുള്ളത്. അതെല്ലാ സഭയിലും, പെന്തക്കോസ്ത് സഭയിലാകട്ടെ, കത്തോലിക്ക സഭയിലായിക്കോട്ടെ, CSI ആയിക്കൊള്ളട്ടെ, മാർത്തോമ ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഒന്നുപോലെ നടത്തുന്ന പരിപാടിയുടെ പേരാണ് മാമോൻ സേവ. അതുകൊണ്ട് നമുക്ക് വ്യത്യസ്ത പുണ്യാളന്മാരുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ സെയിൻറ്റ് മാമോൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയാണ് വേണ്ടത്. ചർച്ച് ഓഫ് സെയിൻറ്റ് മാമോൻ, അദ്ദേഹത്തിൻ്റെ ബിംബമാണ് അവിടെ ഉണ്ടാക്കി വെക്കേണ്ടത്. സത്യസന്ധത നമ്മൾ ഉണ്ടെങ്കിൽ,
പിന്നെ അഭിനയം മാത്രമാണ് നമ്മുടെ മിടുക്കെങ്കിൽ എന്തുമാകാം. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ദയവായി മനസ്സിലാക്കുക. എന്തുകൊണ്ട് മനസ്സിലാക്കണം? നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീകമായ ഇതാണ് സന്ധിപ്പ്, ആ സ്പിരിച്വൽ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയും. അതിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ട കടമയുണ്ട്. മറ്റുള്ളവർ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുവന്ന് പറയുന്ന പച്ച മൊണ്ണത്തരം അത് ഉപേക്ഷിക്കണം. ലോകത്തിൽ ആർക്കും നിങ്ങളോട് താല്പര്യമില്ല, നിങ്ങളുടെ പോക്കറ്റിനോടല്ലാതെ നിങ്ങളോട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരെല്ലാം വെറും തെണ്ടികളാണ്. കാരണം നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പരിവാദത്തിൽ ഒരുത്തരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന പത്രോസ് യോഹന്നാൻ പോലെ വന്നപ്പോൾ അദ്ദേഹം അവരോടും ഭിക്ഷ ചോദിച്ചപ്പോൾ പത്രോസോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഒന്ന് നോക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു തെണ്ടിയെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും മനുഷ്യരെ നോക്കത്തില്ല. പിന്നെന്താണ്? അവൻ്റെ കയ്യിൽ എന്താണ്, പോക്കറ്റിൽ എന്താണ്. അങ്ങനെ കയ്യിലും പോക്കറ്റിലും എന്താണെന്ന് മാത്രം പരിഗണിച്ച് ജനങ്ങളോട് ഇടപെടുന്ന ആളുകളൊക്കെയും തെണ്ടികളാണ് എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ വൃഥാ ലഭിച്ച് വൃഥാ കൊടുപ്പതിൻ്റെ അർത്ഥം നിങ്ങൾ മനുഷ്യരുമായി ബന്ധം പുലർത്തുമ്പോൾ അതിനകത്ത് പണം കൊണ്ടുവരരുത്. മനുഷ്യരെ പണത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ട് അവരോട് ബന്ധം പുലർത്തുന്നതിനൊക്കെയും തെണ്ടിയാണ് എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു വ്യക്തതയുമില്ല. അങ്ങനെ കൂടുതൽ തെണ്ടി സമർത്ഥമായി തെണ്ടി നടക്കുന്നവൻ 1.5 കോടി രൂപയുടെ കാറേ നടക്കുമ്പോൾ അവൻ എൻ്റെ യജമാനനാണ്, എൻ്റെ രാജാവാണെന്നും പറഞ്ഞ് കൈമുത്തി നടക്കുന്ന ഈ മാന്യത സ്വാഭിമാനം തൊട്ട് തിരിച്ചിട്ടില്ലാത്ത മൊണ്ണവിശ്വാസി, നിനക്കയ്യോ കഷ്ടം. നമ്മെപ്പോലെയുള്ളവരെ കൊണ്ടാണ് ഒരു ഗുണവും വരാത്തത്. ഈ സഭ ഇങ്ങനെ അധപ്പതിച്ച് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോലെയുള്ള ആളുകളുടെ അവസ്ഥയാണ്. ദയവായി ഇതിനെപ്പറ്റി ഒരു തിരിച്ചറിവുണ്ടാകണം. ജനം മാറിയാൽ മാത്രമേ ഈ നാണക്കേട് നിറഞ്ഞ അവസ്ഥ മാറുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സമയം വൈകിപ്പോയതുകൊണ്ട് മാത്രം ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.